കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിന്റെ പരാക്രമം. റോഡരികിൽ നിർത്തിയിട്ട കാർ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് ഇടിച്ചു തകർത്തു. സമീപത്തെ വെളിച്ചെണ്ണ മില്ലിനും തീയിട്ടു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. പ്രതിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് എയർപോർട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു. രാത്രി വൈകിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ്. അതിനുശേഷമാണ് ഇതൊരാൾ വന്ന് ഇടിച്ചിട്ട് തെറിപ്പിച്ച് ഈ സൈഡിലേക്ക് ആക്കിയിട്ടത്. ശേഷം അയാൾ വെളിച്ചെണ്ണ മില്ലിന് തീയിട്ടിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വണ്ടി മങ്ങാട് പമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പമ്പിന്ന് ഈ വണ്ടി അവിടെ വെച്ചിട്ട് വേറൊരു വണ്ടി എടുത്തിട്ടാണ്, ക്രഷറിന്റെ എന്തൊരു വണ്ടി എടുത്തിട്ടാണ് ഈ പിക്കപ്പെടുത്തി ഇവിടേക്ക് വന്നതാണ്. അതാണ് സംഭവിച്ചത്. ആ വണ്ടി ഈ കാറിടിച്ച വണ്ടി മങ്ങാട് പമ്പിൽ നിലവിലുണ്ട്. പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മോട്ടീവ് എന്താന്ന് നമുക്കറിയില്ല. ഇത്ര പോലെ ഒരു ഇടിച്ചിട്ട് സൈഡാക്കണമെങ്കിൽ എന്തിന്റെ പേരിലാന്നുള്ളത് മനസ്സിലാകുന്നില്ല. ചാടി കിടക്കല്ലേ, 3-4 ഇടിക്കാതെ വണ്ടി ഇങ്ങനെ ഒരു സൈഡ് കിടക്കില്ല. രാത്രി സംഭവിച്ച കാര്യങ്ങളാണത്. പരാതി കൊടുക്കാൻ പോവാണ്. പോലീസുകാർ വന്നിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. പ്രതിയെ കത്തി പോലീസുകാരും പോയിട്ടുണ്ട്. എന്നെ രാവിലെ അടുത്ത പുറക്കാരൻ നമ്മളെ വാടക വീട്ടിൽ താമസിക്കുന്ന ഷെയ്നുദ്ദീൻ ഖാൻ എന്ന് പറഞ്ഞ ആള് ഫോൺ ചെയ്ത് നിങ്ങൾ ഗോഡൌണിൽ തീ കത്തുന്നു, ഉടനെ വരണമെന്ന് പറഞ്ഞാണ്. ഇറങ്ങി ഓടി, വാതിൽ തുറന്ന് ഓടി. അപ്പോഴേക്ക് ഒരു പിക്കപ്പ് മുന്നിൽ കൂടെ എടുത്ത് എൻ്റെ സൗണ്ട് കേട്ട് വാതിൽ തുറക്കുന്നത് കണ്ടിട്ട് പിക്കപ്പ് എടുത്ത് ഓടി. അവരോടിച്ചു വന്ന് ഇന്നലെ ആംബുലൻസിന് തീ കത്തിന്ന് ആംബുലൻസ് എടുത്ത് മാറ്റി. ആംബുലൻസ് മാറ്റിയതിന് ശേഷം തീയൊക്കെ എടുത്തിങ്ങനെ വലിച്ച് ഞങ്ങളെല്ലാവരും കൂടി, പെണ്ണുങ്ങളും എല്ലാവരും അടുത്തുള്ള ഷെയ്നുദ്ദീൻകായി എല്ലാവരും കൂടി വലിച്ചിട്ട് മാറ്റി. തീ വെള്ളം എടുത്ത് ഒഴിച്ച്, പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് തീ അണച്ചു. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും വിളിച്ചു, ഇതിൻ്റെ ഓണറെ വിളിച്ചു. എല്ലാ ഓണർ വന്ന് പോലീസിനെ വിളിച്ചു. പോലീസ് എത്തി. ബാക്കിയെല്ലാം അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അല്ല നാട്ടുകാരെല്ലാവരും കൂടി, പക്കത്തുള്ളവരെല്ലാവരും കൂടിയാണ് തീ കെടുത്തിയത്. എന്തോന്നും അറിയില്ല, അതിനെപ്പറ്റിയൊന്നും അറിയില്ല. എന്തുണ്ടോ വാശിയുണ്ടോ എന്നൊന്നും അറിയില്ല. ഓണറോടൊന്നും ഒരു വാശി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. വേറെ എന്തിനാ ചെയ്തതെന്നുള്ളത് ചെയ്തവർക്ക് തന്നെ അറിയും. അങ്ങനെ കേക്ക് മുടൂർ ഭാഗത്തൊക്കെ അവൻ പോയത് പിക്കപ്പ് പോയിട്ട്. ഞാൻ ഓടി എത്തുമ്പോഴേക്ക് നമ്പർ പിടിച്ച് ഞാൻ ഓടിയില്ല. പിന്നെ അവിടെ തീക്കത്താണല്ലോ, മൊത്തം തീക്കത്തി, മൊത്തം ബിൽഡിങ്ങുകളൊക്കെ കത്തുന്ന സമയത്ത് ഇമ്മലാണല്ലോ ശ്രദ്ധ ആൾക്കാർ. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ രീതിയിൽ പരാക്രമം കാട്ടിയ യുവാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് കാറിടിച്ച് തകർക്കുന്നു, വെളിച്ചെണ്ണ മില്ലിന് തീയിടുന്നു, വലിയ പരാക്രമം കാട്ടുന്നു. ഇയാൾ ലഹരിക്കടിമയാണോ? ഈ പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വെളിമണ്ണ സ്വദേശിയായ അബ്ദുൾ റാസിഖാണ് ഏതാണ്ട് 1.5 മണിക്കൂറോളം താമരശ്ശേരി ഭാഗത്ത് ഈ പരാക്രമം നടത്തിയത്. ഇയാളുടെ മൊബൈൽ ഫോൺ താമരശ്ശേരി കുടുക്കിൽ ഉമ്മരം എന്ന സ്ഥലത്തെ ഒരു ഗ്യാസ് ഗോഡൌണിന് സമീപം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഒപ്പം ഇയാൾ കയറിയ പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് ഇയാളെ തിരിച്ചറിയുകയായിരുന്നു. ഇയാളുടെ മുൻവശത്തായി റോഡരികിൽ നിർത്തിയിട്ട കാറാണ് ഈ പിക്കപ്പ് ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തത്. ഒപ്പം ഈ വെളിച്ചെണ്ണ മില്ലിന് ഇയാൾ തീ കൊളുത്തിയിരുന്നു. ആ വെളിച്ചെണ്ണ മില്ലിൽ ഇയാൾ നേരത്തെ ജോലി ചെയ്തു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ഈ കൃത്യത്തിന് പിന്നിലെ ചേതോവികാരം എന്നതിനെക്കുറിച്ച് പോലീസ് വരികയാണ്. ഇയാൾ മാനസിക വിഭ്രാന്തി ഉള്ള ആളാണോ, അതോ ഇനി വല്ല ലഹരി ഉപയോഗിച്ച ശേഷം ഉണ്ടായ ഒരു പരാക്രമമാണ് എന്തൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ഇയാളുടെ മൊബൈൽ ഫോൺ കിട്ടിയിരുന്നു, പക്ഷേ ഈ റാസിഖിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ഇന്നലെ പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ 1 മണി മുതലാണ് ഈ സംഭവ പരമ്പരകൾക്ക് തുടക്കമായത്. ഇയാൾ താമരശ്ശേരി ചുങ്കം ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ഒരു ആംബുലൻസ് മോഷ്ടിക്കാനുള്ള, അതെടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി ആദ്യം. പക്ഷേ അത് പരാജയപ്പെട്ടു. പിന്നീട് ആ വഴിയരികിൽ കൂടെ പോയ നിരവധി വാഹനങ്ങൾക്ക് ഇയാൾ കൈ കാണിച്ചെങ്കിലും വാഹനങ്ങളൊന്നും നിർത്തിയിട്ടിരുന്നില്ല. പിന്നീടാണ് ആ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഒരു പിക്കപ്പ് വാഹനം ഇയാൾ തുറന്നെടുത്തത്. ഇതൊരു ക്രഷറിൽ ജോലി ചെയ്തിരുന്ന ഒരു പിക്കപ്പ് വാഹനമാണ്. ഇതിൻ്റെ താക്കോൽ ഈ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ ഈ പിക്കപ്പ് വാഹനം എടുത്തുകൊണ്ട് പോവുകയും പിന്നീട് അവിടെ നിന്നും യാത്ര ചെയ്ത്
വെളിമണ്ണ എന്ന സ്ഥലത്ത് ഏതാണ്ട് 2:30 എത്തിയിരുന്നു. അവിടെയാണ് ഇത് ഇയാളുടെ വീടിന് സമീപമുള്ള സ്ഥലമാണ്. അവിടെയാണ് പാർക്ക് ചെയ്തിരുന്ന കാറ് ഇടിച്ച് തകർത്തത്. ഈ കാർ ഇടിച്ച് തകർത്ത ശേഷമാണ് പിന്നീട് സമീപത്ത് തന്നെയുള്ള വെളിച്ചെണ്ണ മില്ലിലേക്ക് പോവുകയും ആ വെളിച്ചെണ്ണ മില്ലിന് തീയിടുകയും ചെയ്ത് ഈ വെളിച്ചെണ്ണ മില്ലിന് തീയിട്ട ശേഷം പിന്നീട് പ്രതി ഓമശ്ശേരി മങ്ങാടുള്ള ഒരു പെട്രോൾ പമ്പിൽ എത്തി. ആ പെട്രോൾ പമ്പിൽ എത്തിയപ്പോഴേക്കും ഇയാൾ ഓടിച്ചുകൊണ്ട് വന്ന അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വന്ന പിക്കപ്പ് വാഹനത്തിൻ്റെ ടയർ പൊട്ടി. ഇതേ തുടർന്ന് അവിടെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു പിക്കപ്പ് വണ്ടി എടുക്കുകയും അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടുകയുമായിരുന്നു. ഈ പിക്കപ്പ് വെള്ളിമണ്ണ എന്ന സ്ഥലത്തിൻ്റെ വീടിൻ്റെ പോർച്ചിലാണ് അവസാനം ഈ പിക്കപ്പ് വാഹനം കയറ്റിയിടുകയും ചെയ്തത്. എന്തായാലും ഈ പെട്രോൾ പമ്പിൽ എത്തിയാണ് ഒരു പിക്കപ്പ് വാഹനത്തിൻ്റെ ടയർ കത്തുകയും അവിടെ ഇട്ട് മറ്റൊരു പിക്കപ്പ് വാഹനം എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തത്. അവിടെ നിന്നാണ് പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയത്. എന്തായാലും അങ്ങനെയെങ്കിൽ ഇയാളൊരു ലഹരിക്ക് അടിമയാണെന്ന് സംശയിക്കുന്നുണ്ടല്ലേ? കാരണം മോഷണമല്ല ലക്ഷ്യം. പിന്നെ മാത്രമല്ല, ഇയാളെ പ്രകോപിപ്പിച്ച കാരണം എന്താണ്? മറ്റാരെങ്കിലുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതോ വ്യക്തിവിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ രീതിയിലുള്ള ഒരു പരാക്രമം കാട്ടിയതെന്ന് കൂടി പരിശോധിക്കേണ്ടതല്ലേ? ഈ സംഭവത്തിന് ശേഷം ഇയാൾ എവിടേക്കാണ് പോയതെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോം, അത് സംബന്ധിച്ചൊരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല. ഇയാൾ എന്തിനാണ് കൃത്യം ചെയ്തതെന്നതിനെക്കുറിച്ചും അറിയില്ല. വെളിച്ചെണ്ണ മില്ലിന് തീ വെച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾ വെളിച്ചെണ്ണ മില്ലിൽ കുറച്ചുനാൾ നേരത്തെ ജോലി ചെയ്തയാളാണ്. അന്നുണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇത്തരമൊരു ഈ വെളിച്ചെണ്ണ മില്ലിന് തീ വെക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആദ്യം ചുങ്കൻ ജംഗ്ഷനിൽ ഇയാളൊരു ആംബുലൻസാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. ആംബുലൻസ് എടുക്കാൻ ഉള്ള ശ്രമം പരാജയപ്പെട്ട ശേഷമാണ് പിന്നീട് നിരവധി വാഹനങ്ങൾക്ക് കൈ കാണിക്കുന്നു. അവിടെ നിന്നും പിന്നീട് പിക്കപ്പ് വാഹനവുമായി പോകുന്നു. പിക്കപ്പ് വാഹനം ഒരു കാറിൽ ഇടിപ്പിക്കുന്നു. ആ കാറിൽ ഇടിപ്പിച്ച ശേഷം വെളിച്ചെണ്ണ മില്ലിന് തീ വെക്കുന്നു. അവിടെ നിന്നും വീണ്ടും പെട്രോൾ പമ്പിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോൾ ഈ പിക്കപ്പ് വാഹനത്തിൻ്റെ ടയർ പൊട്ടുന്നു. മറ്റൊരു വാഹനം ഇതുപോലെ തന്നെ താക്കോലുണ്ടായിരുന്നൊരു വാഹനം എടുക്കുന്നു. അത് മറ്റൊരു ഗോഡൗൺ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിക്കുന്നു. അതിനുശേഷം ഗ്യാസ് ഗോഡൗണിൽ സമീപം ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് ഫോൺ വെക്കുന്നു. പിന്നീട് ഇയാൾ അപ്രത്യക്ഷനാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ കൃത്യത്തിന് പിന്നിലുള്ള കാര്യം, ചേതവികാരം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. ഇനി ആ വെളിച്ചെണ്ണ മില്ലുടമയുമായിട്ടുള്ള ഭിന്നതകൾ അല്ലെങ്കിൽ ജോലി ചെയ്ത കാലത്ത് എന്തെങ്കിലും പ്രതികാരമാണോ, ഈ ഇടിപ്പിച്ച കാറുടമയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരിയിലാണ് യുവാവ് വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. വാഹനം ഇടിച്ചു തകർത്തത്, ഒരു മറ്റു രീതിയിൽ തീയിടുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.